നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വോയിസ് ക്ലിയർ ആയിരിക്കില്ല, കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. ഫീവറും കോൾഡും കോഫും എല്ലാം ജാസ്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒത്തിരി ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിനാലെയാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇന്ന് ജൂലൈ മാസം 29 തീയതി ആടി പൗർണമിയോടുകൂടി ചേർന്ന് വരുന്ന ഒരു അർബുദமான അഭിജിത്ത് മുഹൂർത്ത നക്ഷത്ര നേരം. പൗർണമി എന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവല്ലോ, പ്രപഞ്ചശക്തി, യൂണിവേഴ്സ് ഭൂമിയിൽ വന്നിട്ട് നിറഞ്ഞു കാണപ്പെടുന്ന ദിവസം. ആടി പൗർണമി എന്നത് മിക ശക്തിയാർന്ന ദിവസം. ഈ നാളില് അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത്, അതും ഈവനിങ് വന്നിരിക്കുന്നത്. സോ ഇത് വന്നിട്ട് ഒത്തിരി ശക്തിയാർന്ന ഒരു നാള്. ഈ നാളില് എന്തിനാണ് നമ്മൾ ഈ വസ്തുക്കളൊക്കെ വാങ്ങുന്നത്? അതിന്റെ കാരണം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പൊരുൾകൾ വാങ്ങിക്കൊള്ളുക. പതിവിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം. ഓഗസ്റ്റ് മാസം വരും തേയ്പിറ പഞ്ചമി. ഓഗസ്റ്റ് 3 തീയതിയാണ് വരുന്നത്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ടവര് 2 തീയതി രാത്രി 9 മണിക്ക് മുന്നേ ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. അപ്പോൾ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ നാള് വന്നിട്ട് നല്ല ഗൃഹചേർക്കയുള്ള നാളായിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. എഗെയിൻ ഞാൻ പറയാം. ഈ പൊരുളെല്ലാം വാങ്ങി വീട്ടിൽ വെച്ചാൽ ഉടനെ തന്നെ പണവരവ് വരുമോ എന്ന് ഒരു ചില പേരൊക്കെ ചോദിക്കും. പണം കുമിഞ്ഞു കൂടുമോ എന്ന്. അതായത് മംഗളമായിട്ടുള്ള നാളില് മംഗളകരമായ പൊരുൾകൾ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ നല്ലൊരു നേർമറ ശക്തി നമ്മുടെ വീട് മുഴുവനും വ്യാപിക്കും. അതിനാലെയാണ് ഞാൻ ഇത് നിങ്ങളോട് വാങ്ങാൻ പറയുന്നത്. ഇത് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഒന്നും കഠിനാധ്വാനം ചെയ്യാതെ ഇരുന്നാല് പണം വരുമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മളും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഈ പൊരുൾക്കളും വാങ്ങി വെച്ചാല്, അതായത് ഈ ശുഭകരമായ നാളുകൾ വരുമല്ലോ, മംഗളനാളുകളിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു ദൈവിക ശക്തി അധികരിച്ച് വരും. നല്ല നേർമറയായിട്ടുള്ള ശക്തി നന്നായിട്ട് സ്പ്രെഡ് ആവും വീട്ടില്. ശരിയാ. നമ്മുടെ വീട്ടിലിരിക്കുന്ന കടം പ്രശ്നം എന്തുണ്ടെങ്കിലും, അത് പൊരുളാധാര പ്രശ്നം എല്ലാം മാറിക്കിട്ടും. ഇതിൽ ഞാൻ പറയുന്ന എല്ലാ പൊരുൾകളും നിങ്ങൾ വാങ്ങണമെന്ന് യാതൊരു ആവശ്യവും ഇല്ല. എന്നാൽ എല്ലാ പൊരുൾകളും വാങ്ങിയാൽ നല്ല ഫലം കിട്ടും. ഒരു ചില സമയത്ത് ഇതിലുള്ള ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പൊരുൾ പറയുന്നെന്ന് വെച്ചോളൂ, അങ്ങനെയുള്ള പൊരുള് ഒന്ന് വീട്ടിലിരുന്നാലേ ഓക്കെ, അത് മതി. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ പൊരുൾ വീട്ടിൽ വാങ്ങി വെക്കേണ്ടതായ ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ വന്നിട്ട് ഒരു 2 പൊരുൾകൾ വാങ്ങിയാലും പോതും. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു നേർമറയാറ്റൽ നിങ്ങളുടെ വീട്ടിൽ പരവും. ശരിയാ, സ്പ്രെഡ് ആവും. ഇന്ന് ബുധനാഴ്ചയാണ് അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം വന്നിരിക്കുന്നത്. അതും സന്ധ്യാകാലം എന്ന് പറയുന്ന വൈകുന്നേര സമയത്തിനാണ് അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം വന്നിരിക്കുന്നത്. അഭിജിത്ത് നക്ഷത്ര നേരമാകുന്നത് ഈവനിങ് 4:56 PM ആരംഭിച്ച് 5:20 PM വരെയാണ് ഇരിക്കുന്നത്. അഭിജിത്ത് നക്ഷത്രത്തിന് ഉരുകിയ ഗ്രഹം ഏതെന്ന് നോക്കിയാല് സാക്ഷാൽ സൂര്യഭഗവാൻ ബുധനാഴ്ച വന്നിരിക്കുന്നു. ബുധനാഴ്ച എന്നാലേ പെരുമാൾ ഭഗവാനക്കെന്നുള്ള ദിവസം. ആകെ മൊത്തത്തിലൊന്ന് നോക്കിക്കോളൂ. പൗർണമി എന്നാല് പെരുമാൾ സ്വാമിക്കുള്ളത്, ബുധനാഴ്ച എന്നത് പെരുമാൾ സ്വാമിക്കുള്ളത്, അഭിജിത്ത് നക്ഷത്രം എന്നാലും പെരുമാൾ സ്വാമിക്കുള്ളത്. അതിനാല് നിങ്ങൾ ഇന്നത്തെ ദിവസം വന്നിട്ട് പെരുമാൾ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട പൊരുൾക്കളെയും അതോടെ ചേർത്ത് ബുധഭഗവാനുക്കും അടുത്ത് വന്നിട്ട് സൂര്യഭഗവാനുക്കും വേണ്ട ധാന്യങ്ങള്, പൊരുൾക്കള് നമ്മൾ വാങ്ങിയാൽ മാത്രം മതി. അനുഗ്രഹത്തോടെ ആശീർവാദവും ദൈവത്തോടെ ആശീർവാദവും നമുക്ക് കിട്ടും. അതിനാല് ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൊരുൾക്കള് വാങ്ങി വെച്ചോളുക. ഇതിൽ നമ്മൾ വാങ്ങ വേണ്ടിയ ഫസ്റ്റ് പൊരുൾ എന്താന്ന് നോക്കിയാല് അത് വന്നിട്ട് പച്ചപ്പയറാണ്. പാസിപ്പയർ എന്ന് പറയും തമിഴില്.
അതൊരു 1/4 കിലോയോ 1/2 കിലോയോ നിങ്ങൾക്ക് എത്ര വാങ്ങാൻ പറ്റുന്നോ അത് വാങ്ങിക്കോളുക. ഇന്നത്തെ ദിവസം വാങ്ങിക്കോളുക. നാൾ മുഴുവനും ആടി പൗർണമി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് വന്നിട്ട് ഒത്തിരി ഒത്തിരി ശക്തിയാർന്ന നാള്. ഇന്ന് ജൂലൈ 29 18-ാം പടി കറുപ്പണ്ണസ്വാമി കോവിൽ കൂടെ തിരപ്പാണ്. ശക്തിയാർന്ന നാള് ഗുരുപൂർണിമ എന്ന് പറയും. ഈ അഭിജിത്ത് നക്ഷത്ര മുഹൂർത്ത നേരം എന്നതെന്നല്ല, എപ്പോ വേണമെങ്കിലും ഇന്നത്തെ ദിവസം ഈ പൊരുൾക്കളെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. രാഹുൽ കാലവും യമകണ്ഠനും മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് വാങ്ങിക്കോളൂ. സൂര്യഭഗവാനിക്കെന്നുള്ള പൊരുൾക്കളും നമുക്ക് വാങ്ങാം. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരിയാ, സൂര്യഭഗവാനിക്കെന്നേയുള്ള ഒന്ന്. ആ പൊരുൾ എന്താ വെച്ചാല് വെള്ളരിക്ക്. അത് വന്നിട്ട് നിങ്ങൾ നാട്ടുമരുന്ന് പച്ചമരുന്ന് കടയില്ലയാ, അവിടെ പോയിട്ട് ചോദിച്ചാൽ മതി, തരും. അതൊരു കുച്ചി മാതിരി ഇങ്ങനെ കുറ്റി പോലെ ഇരിക്കും വെള്ളരിക്കിന്റെ. ശരിയാ, അത് നിങ്ങൾ ഇന്ന് വാങ്ങിയിട്ട് അത് നിങ്ങളുടെ വീട് പക്കത്തുള്ള കോവിലോ അല്ല നിങ്ങൾ പോകുന്ന എവിടെയെങ്കിലും ഹോമം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കുച്ചി കൊണ്ടുവന്ന് അതിൽ അവരോട് പറഞ്ഞിട്ട് അതിൽ ഇട്ടോളുക. അത് ഭയങ്കര പവർഫുൾ ആയതാണ്. ഈ വെള്ളരിക്ക് സമത്ത് എന്നുള്ളത് ഭയങ്കരമായിട്ട് വിജയം തരക്കൂടിയത്, നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കുന്നത്, ആരോഗ്യത്തെ നമുക്ക് നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തി തരും. മാത്രമല്ല സെൽവം നമുക്ക് അധികരിച്ച് കയ്യിൽ വരും, പണം വന്ന് കൂടുമെന്ന്. അത് മാത്രമല്ല വേറൊരു പൊരുൾ എന്താ വെച്ചാൽ ഗോതമ്പ്. മുഴുവൻ ഗോതമ്പുണ്ടല്ലോ, ഗോതമ്പ് എന്ന് പറയുന്നത് സൂര്യഭഗവാനെ കുരുകിയ ധാന്യം. ഇന്നത്തെ നാളിൽ, അതായത് ഇന്നത്തെ ദിവസം ഗോതമ്പ് മാവ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങി വെക്കുന്നത് മാത്രമല്ല ദാനം കൊടുക്കുന്നതും ഒത്തിരി നല്ല ബലം നമ്മുടെ ലൈഫിന് കൊണ്ടുതരും. ഏതൊരു വിശേഷപ്പെട്ട ദിവസങ്ങളിലും നമ്മൾ ദാനം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഭയങ്കര വലുതായിരിക്കും. അൺഎക്സ്പെക്റ്റഡ്ലി നമുക്ക് പല സംഭവങ്ങളും നമുക്ക് നമ്മുടെ കയ്യിൽ വന്നു ചേരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ സന്തോഷം, ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മൾ ഓരോ നല്ല നാളുകളിലും ദാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതും അങ്ങേയറ്റം നമുക്ക് സന്തോഷപ്രദമായ പൊരുൾകളായിരിക്കും. ഇനി അടുത്ത പൊരുൾ എന്താ വെച്ചാല് കല്ലുപ്പാണ്. ഏതൊരു വിശേഷ നാളായിരുന്നാലും വീട്ടിലിരിക്കുന്ന കല്ലുപ്പ് പാക്കറ്റ് കമ്മിയായിട്ടിരുന്നാൽ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി വെച്ചോളുക. അല്ല മുഴുവൻ ഇരുന്നാലും ശരി, ഒരു വിശേഷ നാളിൽ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി വെക്കുന്നത് അത്രയ്ക്കും സിറപ്പാനത്. വാങ്ങിയിട്ട് വന്ന ഉടനെ പൂജയറയിൽ വെച്ചോളുക. എന്നിട്ട് നിങ്ങൾക്ക് അതെടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ്. ശരിയാ, കല്ലുപ്പ് എന്നത് മഹാലക്ഷ്മി അമ്മനോടെ കടാക്ഷത്തെ കൊടുക്കുന്നത്. കൂടുതൽ പൈസയൊന്നുമില്ല, 10-15 രൂപയേ ആവത്തുള്ളൂ. നിങ്ങൾ ഒരു കാരണം കൊണ്ടും അത് മിസ് ചെയ്യാതെ ചെയ്തോളുക. ഈ പൊരുൾക്കൾ എപ്പോൾ വാങ്ങണമെന്ന് ചോദിച്ചാൽ രാഹുകാലവും യമകണ്ഠകാലവും മാറ്റിയിട്ട് വേറെ ഏത് സമയത്തും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇന്ന് തിരുവോണ നക്ഷത്രം ഇരിക്കുന്നുണ്ട്, അതായത് പെരുമാൾ സ്വാമിക്ക് ഉഗന്ത നക്ഷത്രം. ഇത് മാസം വരുന്നുണ്ട് തിരുവോണ നക്ഷത്രം, പെരുമാൾ സ്വാമിക്കെന്നേ ഉള്ളത്. ഈ നാളില് നമ്മൾ ഒരു 10 രൂപ കൊടുത്ത് വാങ്ങാൻ വേണ്ടി അടുത്ത പൊരുൾ എന്താ വെച്ചാല് അത് തുളസിയാണ്. ശരിയാ, അതും 10 രൂപയ്ക്ക് വാങ്ങണമെന്നൊന്നുമില്ല, 5 രൂപയ്ക്ക് പോയി ചോദിച്ചാലും തുളസിയില നമുക്ക് കിട്ടുന്നതാണ്. ഈ തുളസി വാങ്ങിയിട്ട് നിങ്ങൾക്ക് കോവിലിൽ കൊടുക്കാം, വീട്ടിൽ പൂജയറയിൽ വെക്കാം. മറക്കാതെ ഇന്ന് തുളസിയില വാങ്ങിക്കോളുക. വീട്ടിലുള്ളവരാണെങ്കിൽ അത് പറിച്ചെടുത്ത് ദൈവത്തിന് മുന്നേ വെച്ച് പ്രാർത്ഥിച്ചോളുക. അടുത്ത പൊരുൾ എന്താ വെച്ചാല് ശംഖാണ്. ഇപ്പൊ ശംഖ് ഒരു ചില വീടുകളിൽ ഇരിക്കും, എങ്കിലും വാങ്ങേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർ ഒന്ന് വാങ്ങി വെച്ചോളുക. ഇപ്പോൾ ശംഖ് എന്നത് ഇന്നിപ്പോ നിങ്ങൾ വാങ്ങാൻ പറ്റില്ലല്ലോ, ഓൺലൈനിൽ കടയിൽ പോയി വാങ്ങിച്ചോളൂ. വലമ്പൊരു ശംഖെന്നും ഇടമ്പൊരു ശംഖെന്നും ഇരിപ്പുണ്ട്, അതിൽ ഏത് വേണേലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ചെറിയ സൈസ് പോതും. ശംഖ് ഇന്നത്തെ ദിവസം വാങ്ങി വെച്ചാൽ വീട്ടിൽ വന്ന് പണം വരവ് അധികരിക്കും. ഒരിക്കലും പണത്തിന് തട്ടുമുട്ട് വരവേ ഇല്ല, ഒരു കുറവും വരാതെ ഇരിക്കും. കാരണം ശംഖ് വന്നിട്ട് പെരുമാളുടെ കയ്യിലിരിക്കുന്നത്. അടുത്ത് നമ്മൾ വാങ്ങാൻ വേണ്ടിയ പൊരുൾ എന്താ വെച്ചാല് മഞ്ഞളാണ്. മംഗള പൊരുൾകളിൽ വെച്ച് നോക്കുമ്പോൾ മഞ്ഞൾക്ക് ഒരു തനി സ്ഥാനം തന്നെ ഇരിക്കുന്നു. കോവിലില് അഭിഷേകത്തിന് മഞ്ഞൾ യൂസ് ചെയ്യുന്നില്ലേ, മഞ്ഞൾക്കെന്നേ വന്ന് ഒരു തനി മര്യാദ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഏത് പൂജ തുടങ്ങുന്നതിന് മുന്നേയും മഞ്ഞൾ പൊടിയിൽ വന്നിട്ട് പിള്ളയാരെ പിടിച്ചു വെച്ചിട്ടല്ലേ തുടങ്ങുന്നേ. ഒരാൾക്ക് ആശീർവാദം കൊടുക്കണം, അല്ല സ്വാമിയുടെ അടുത്ത് വയ്ക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അരിയില് മഞ്ഞൾ തടവി അക്ഷത മാതിരി അതെടുത്ത് വെക്കും.
വേറൊന്ന് താലിക്കയറുണ്ടല്ലോ, അതിൽ മഞ്ഞൾ പൂശും. അത് കേരളത്തിൽ ജാസ്തിയായിട്ടില്ല, തമിഴ്നാട് ഭാഗത്താണ് മഞ്ഞച്ചരടിൽ താലി യൂസ് ചെയ്യുന്നത്. അത് അത്രയ്ക്കും പരിപാവനമായിട്ട് കണ്ടുവരുന്നത്. മഞ്ഞൾ പൊടിയായാലും ശരി, ഇല്ല വരലി മഞ്ഞളോ അല്ല കുടമഞ്ഞളോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചോളുക. ഒരു 10 രൂപ കൊടുത്ത് നിങ്ങളിത് വാങ്ങി വെച്ചിരുന്നാൽ വീട്ടിലെ പണവരവിന് യാതൊരു കുറവും ഉണ്ടാവാതെ നല്ല പണം വന്ന് ചേരും. അടുത്ത പൊരുൾ എന്താ വെച്ചാൽ ചന്ദനമാണ്. അതായത് കോവിലിലൊക്കെ നമ്മൾ ചന്ദനക്കാപ്പ് അലങ്കാരത്തിന് ചന്ദനം വാങ്ങി കൊടുക്കുമില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഒരു 10 രൂപ കൊടുത്ത് കുറച്ച് ചന്ദനം, അത് കട്ടിച്ചന്ദനം ആയാലും പൊടിച്ചന്ദനം ആയാലും വാങ്ങിച്ചോളുക. അടുത്തതാണ് ഒരു പ്രധാനപ്പെട്ടത്, ദൈവിക പൊരുൾകളിൽ അത് വന്നിട്ട് അരഗജ ആണ്. അത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള പൊരുള്. ഇത് ഇന്നത്തെ ദിവസം വാങ്ങി വെച്ചാൽ അത്രയ്ക്കും സിറപ്പാനത്. ഇത് വന്നിട്ട് നമ്മൾ സമയപടത്തിൽ മഞ്ഞളും കുങ്കുമവും വയ്ക്കുമില്ലേ, അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക. അതും മഹാലക്ഷ്മി അമ്മനോട് പടത്തേക്ക് വെച്ചാൽ സെൽവത്തെ ഇങ്ങനെ അധികരിക്കൂടിയ ഒരു വശ്യം അതിനിരിക്കുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് പണം അധികമായിട്ട് വന്നു ചേരും. ഇനി അടുത്ത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു വെള്ളിയിൽ എന്തെങ്കിലും ഒരു കോയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പൊരുളോ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ വാങ്ങി വെക്കുക. കാരണം ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങളിൽ ഇപ്പോൾ വെള്ളിയിലായാലും സ്വർണത്തിലായാലും പൊരുളുകൾ വാങ്ങി വെച്ചാൽ നമുക്ക് ദൈവകടാക്ഷവും ഏർപ്പെടും, വീട്ടിൽ വന്ന് സെൽവവും വന്നു ചേരും. അടുത്തത് വന്നിട്ട് 7 കുതിരകൾ ഇരിക്കുന്ന പടം ഇരിക്കുമില്ലേ, ആ ഫോട്ടോ, അത് വന്നിട്ട് ലക്ഷ്മി കടാക്ഷത്തെ കൊടുക്കக்கூடிയത്. അതായത് പണവരവ് നമുക്ക് എന്ത് കഷ്ടത്തിൽ നമ്മൾ ഇരുന്നാലും അത് എങ്ങനെയെങ്കിലും തരണം ചെയ്ത് നമ്മുടെ കയ്യിൽ പണം എത്തിക്കാൻ പറ്റുന്ന ഒരു ദൈവിക ശക്തിയുള്ളതാണ് ഇത് 7 കുതിരകൾ ഇരിക്കുന്ന പടം. അപ്പോൾ ഇന്നത്തെ ദിവസം അത് നിങ്ങളുടെ കയ്യിൽ വീട്ടിലുണ്ടെങ്കിൽ വാങ്ങണ്ട, ഇല്ലെങ്കിൽ അതൊന്ന് വാങ്ങി വെച്ചോളുക. ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പൊരുൾകളിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നിങ്ങൾ വാങ്ങി വെച്ചോളുക. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.